Praise God. First Samuel chapter 10 verse 9. ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ വേറൊരു ഹൃദയത്തിന്റെ റിഫ്ലക്ഷൻസ് അവന്റെ ജീവിതത്തിൽ വന്ന ആ ഹൃദയത്തിന് വന്ന ആ രൂപാന്തരം അവന്റെ ജീവിതത്തിലെ പല മേഖലകളിൽ വെളിപ്പെട്ടതാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവന് കിട്ടിയ ആ വേറൊരു ഹൃദയത്തിനകത്ത് ഒരു ഡിസേണിങ് ഹാർട്ട്, ഒരു ഹാർട്ട് ഓഫ് വിസ്ഡം, ഹാർട്ട് ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഹാർട്ട് ഓഫ് എ പ്രോഫറ്റ്, ഹാർട്ട് ഓഫ് എ ലീഡർ, ഒരു വെയിറ്റിംഗ് ഹാർട്ട്, ഒരു റെസ്പോണ്ടിങ് ഹാർട്ട് ഒക്കെ അവന് ലഭിച്ചതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 2 ഹൃദയങ്ങളാണ്. അതിനാധാരമായിട്ട് നാം വായിക്കുന്നത് 11-ാമത്തെ അധ്യായമാണ്. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 11 ആദ്യത്തെ വാക്യവും അവസാനത്തെ വാക്യവും. 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം അമ്മോന്യനായ നാഹാഷ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിന് നേരെ പാളയമിറങ്ങി. അവസാനത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവിടെ അവർ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേലരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 10-ാം അധ്യായത്തിൽ രാജത്വം പബ്ലിക്കായിട്ട്, പരസ്യമായിട്ട് ശൗലിനെ രാജാവാക്കുകയാണ്. ശൗലിനെ രാജാവാക്കിയ ശേഷം അവനോടുകൂടെ കുറെ ആൾക്കാർ പോകുന്നു. പിന്നീട് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അനന്തരം. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഞാനിത് പറഞ്ഞപ്പോൾ ആ ഭാഗം ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അനന്തരം എന്ന് പറയുമ്പോൾ എത്ര നാള് കഴിഞ്ഞിട്ടാണ് അത് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. എന്തായിരുന്നു 10-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യവും 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്നുള്ളത് എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. അത് ചിലപ്പോൾ ചില മാസങ്ങളായിരിക്കാം, ഒരുപക്ഷെ വർഷങ്ങളായിരുന്നിരിക്കാം, നമുക്കറിയില്ല. എത്ര കാലം ഉണ്ടായിരുന്നു നമുക്കറിയില്ല. കാരണം ഇവിടെ ജനം ഒരു പരാതിയും പറയാനായിട്ട് കാര്യമില്ല. അവർക്കിപ്പോൾ ഒരു രാജാവുണ്ട്, അവർക്ക് വേണ്ടത് ഒരു രാജാവിനെ ആയിരുന്നു, അവർക്കൊരു നേതൃത്വമായിരുന്നു വേണ്ടത്, അവർക്കൊരു നേതാവിനെ വേണമായിരുന്നു. ശമൂവേൽ പ്രവാചകനും ജീവനോടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജനത്തിന് പരാതിയൊന്നുമില്ല. പക്ഷേ ഈ അനന്തരം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇസ്രായേൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോഴാണ് വീണ്ടും ഒരു നേതാവിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയപ്പം അവർക്ക് കുഴപ്പമില്ലാതെ അങ്ങ് പോയി. പക്ഷേ അവിടെ ഈ 10-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യവും 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെയും ഇടയിലുള്ള സമയമെന്ന് പറയുന്നത് ജനത്തിന് വലിയ കുഴപ്പമില്ലാത്ത സമയമായിരുന്നെങ്കിലും ശൗലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത സമയമാണ്. രാജാവാണോ എന്ന് ചോദിച്ചാൽ രാജാവാണ്. കൂട്ടത്തിൽ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുണ്ട്. അവർക്കെല്ലാം വെച്ച് വിളമ്പി ആഹാരം കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കരുതണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഇവന്റെ ജീവിതമോ? നമുക്ക് 11-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിത രീതിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. രാജാവാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ? 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അപ്പോൾ ഇതാ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. ഇദ്ദേഹം പണ്ട് കഴുതയും കൊണ്ട് കഴുതയെ കാണാതെ പോയപ്പോൾ അതിനെ തിരക്കി പോയപ്പോൾ നടന്ന ഒരു സംഭവമാണ് 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇവിടെ ഇതാ രഹസ്യമായിട്ട് അവന്റെ മേലൊരു രാജകീയ അഭിഷേകം വന്നു വീഴുന്നു എന്നൊക്കെ ശമൂവേൽ പ്രവചനം പറഞ്ഞു. പ്രവാചകന്റെ ഹൃദയം കിട്ടി, എല്ലാ കാര്യങ്ങളും സംഭവിച്ചു, വിവേകമുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഇപ്പോഴും ശൗൽ കന്നുകാലികളെയും കൊണ്ട് പോവുകയാണ്. അതായത് അവൻ പരസ്യമായിട്ട് രാജാവായതിനു ശേഷവും വാസ്തവത്തിൽ ഒരു രാജാവിന്റെ പ്രൗഢിയോട് കൂടി ജീവിക്കുവാൻ അവന് കഴിയുന്നില്ല. അപ്പോൾ ആ അനന്തരത്തിന് ശൗലിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രാധാന്യമുണ്ട്. എത്ര കാലമായിരുന്നു അതൊന്നും നമുക്കറിയില്ല. പക്ഷേ അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം, ദ വെയിറ്റിംഗ് ഹാർട്ട്, കാത്തിരിക്കാൻ മനസ്സുള്ള ഒരു ഹൃദയം. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്, ആ ടൈം പീരീഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വിഷയമല്ല. പക്ഷെ ശൗലിനെ സംബന്ധിച്ചിടത്തോളം അക്ഷമനാകാൻ സാധ്യതയുള്ള ഒരു ടൈം പീരീഡാണ്. ദൈവമേ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പ്രവചിച്ചു, ഞാൻ പല കാര്യങ്ങൾ ചെയ്തു, പരസ്യമായിട്ട് നീ എന്നെ അഭിഷേകം ചെയ്തു, എന്നിട്ടും എന്റെ ഒരു സിംഹാസനമില്ല, എന്നിട്ടും എന്റെ ഒരു കൊട്ടാരമില്ല, എന്നിട്ടും എന്റെ ഞാൻ ഇപ്പോഴും അപ്പന്റെ കന്നുകാലികളെയും കൊണ്ട് നടക്കേണ്ടി വരുന്നു.
അതൊരു സുഖമില്ലാത്ത ഒരു പീരീഡാണ് അല്ലേ? നിങ്ങൾ എന്നോട് യോജിക്കും. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വലിയ ഇഷ്ടമില്ലാത്ത ഒരു പീരീഡാണ്. കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു തലമുറയിലും കാലഘട്ടത്തിലുമാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞ പ്രവചനം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൂതുകൾ, അതൊക്കെ വേഗം വേഗം നടക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യവും ആഗ്രഹവും. നല്ലത് തന്നെയാണ്. പക്ഷേ ഈ വെയിറ്റിംഗ് ഹാർട്ട് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വെയിറ്റിംഗ് ഹാർട്ടിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ദൈവവചനത്തിന് ഇനി തുടർന്നും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ പല രീതിയിൽ ഈ വെയിറ്റിങ്ങിനെ നമുക്ക് കാണാൻ കഴിയും. ബി പേഷ്യന്റ്, ക്ഷമയോടെ കാത്തിരിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നാം പഠിച്ചാൽ നമുക്ക് ഈ വെയിറ്റിംഗ് ഹാർട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ബി സ്റ്റിൽ, ഈ വെയിറ്റിംഗ് ഹാർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന വേദഭാഗങ്ങൾ കണ്ടെത്താൻ കുറച്ച് എളുപ്പമാണ്. ബി സ്റ്റിൽ, അനങ്ങാതിരിക്കുക. ബി സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബി സ്റ്റിൽ തന്നെയാണ്. ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല, ഒരു ചുവട്ടടി പുറകോട്ട് പോകാൻ കഴിയില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മാത്രമല്ല, ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, ചിന്തയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. ഒന്നും കഴിയാത്തൊരു അനുഭവമാണ് ഈ ബി സ്റ്റിൽ എന്ന് പറയുന്നത്. ഈ വെയിറ്റിംഗ് ഹാർട്ടുള്ള ഒരാളിന് സ്റ്റില്ലായിട്ട് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. വലിയ ബുദ്ധിമുട്ടെന്നല്ല, തീർത്തും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ബി ഹോപ്പ്ഫുൾ, അല്ലെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ആശ്രയിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഈ വെയിറ്റിംഗ് ഹാർട്ടിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ വെയിറ്റിംഗ് ഹാർട്ട് നമ്മൾ പഠിച്ചാൽ, ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ, നമുക്ക് ഒരു പേഷ്യന്റ് ഹാർട്ടിനെ കുറിച്ച്, ഹോപ്പ്ഫുൾ ഹാർട്ടിനെ കുറിച്ച്, സ്റ്റില്ലായിട്ട് നിൽക്കുന്ന, അതായത് സ്വസ്ഥതയുള്ള ഒരു ഹാർട്ടിനെ കുറിച്ച്, ബീയിങ് അറ്റ് റെസ്റ്റ്, വിശ്രമമുള്ള ഒരു ഹാർട്ടിനെ കുറിച്ച്, ആശ്രയമുള്ള ഒരു ഹാർട്ടിനെ കുറിച്ച് ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നിച്ച് ഈ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വെയിറ്റിംഗ് ഹാർട്ട്, കാത്തിരിക്കുന്ന, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സ്റ്റില്ലായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു ഹൃദയം എന്ന ടൈറ്റിലും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഒരു വെയിറ്റിംഗ് ഹാർട്ട് അല്ലെങ്കിൽ കാത്തിരിക്കണം എന്ന് നമ്മളോട് പറയുന്നതിന്റെ കാരണം എന്താണ്? വാസ്തവത്തിൽ ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. സാംസ് 27:14. അവിടെ നമുക്ക് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ വായിക്കുന്നു: വെയിറ്റ് ഫോർ ദ ലോർഡ്, ബി സ്ട്രോങ് ആൻഡ് ടേക്ക് ഹാർട്ട് ആൻഡ് വെയിറ്റ് ഫോർ ദ ലോർഡ്. 2 പ്രാവശ്യം അവിടെ വെയിറ്റ് ഫോർ ദ ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു കമാൻഡാണ്, ദൈവത്തിൽ നിന്ന് വന്ന ഒരു കൽപ്പനയാണ്. ഈ ഹൃദയം അവന്റെ കൽപ്പനയാൽ നമുക്ക് ലഭ്യമാകേണ്ടുന്ന ഒരു ഹൃദയമാണ്. അതുകൊണ്ട് നാം അത് പ്രാപിക്കാൻ തയ്യാറായിരിക്കണം. എക്സോഡസ് ചാപ്റ്റർ 14:14. അതൊരു ഭയങ്കര വെയിറ്റിംഗ് ടൈമാ അല്ലേ? ഒരു ക്രൂഷ്യൽ വെയിറ്റിംഗ് ടൈം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എന്താണ്? The Lord will fight for you. You need only to be still. നിങ്ങൾ അനങ്ങാതിരിക്കുക, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മറ്റൊരു വാക്യം എടുത്തൊന്ന് വായിക്കുമോ? 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 12:12 ഇങ്ങനെ വായിക്കുന്നു: റിജോയ്സ് ഇൻ ഹോപ്പ്, ബി പേഷ്യന്റ് ഇൻ ട്രിബുലേഷൻ, ബി കോൺസ്റ്റന്റ് ഇൻ പ്രയർ. കഷ്ടതയിൽ പൂർണ്ണ സഹിഷ്ണുത കാണിക്കണം. ബി പേഷ്യന്റ്.
ഒരു വെയിറ്റിംഗ് ഹാർട്ടുള്ള ഒരാളിന് മാത്രമേ ആ പൂർണ്ണ സഹിഷ്ണുത എന്ന് പറയുന്ന ആ പീരീഡ് ഓഫ് ട്രിബുലേഷൻ അകത്ത് ഒരു പൂർണ്ണ സഹിഷ്ണുതയോടെ നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ വെയിറ്റിംഗ് ഹാർട്ട് നമുക്ക് ലഭിച്ചാൽ ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ഓടി വന്നത് ചിലപ്പം നീ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഓടി പറയാം. ഈ വെയിറ്റിംഗ് ഹാർട്ട് ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവരെല്ലാം സ്റ്റില്ലായിരിക്കും. അതായത് അവർക്ക് അനങ്ങാതിരിക്കാൻ കഴിയും, അവർക്കൊന്നും ചെയ്യാതിരിക്കാൻ കഴിയും, അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയും, എല്ലാം കഴിയും. ബട്ട് if you truly have a waiting heart, then you will be able to hear from God in the midst of crisis. നമുക്ക് ക്രൈസിസിന്റെ സമയത്താണല്ലോ വെയിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അല്ലെ? ഒരു ക്രൂഷ്യൽ പീരീഡ്, ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, ഫറവോന്റെ സൈന്യം പുറകിൽ നിന്ന് വരുമ്പോൾ, അപ്പോഴാണല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ആ സമയത്തും മോശയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞു, ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഹാർട്ട് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതൊരു നല്ല സൈനാണ്. എല്ലാം കലങ്ങി മറിയുന്നതിന്റെ നടുവിൽ മുമ്പിൽ ചെങ്കടലും പിമ്പിൽ ഫറവോന്റെ സൈന്യവും, മുമ്പിൽ മരണവും പിമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാം അടഞ്ഞ അനുഭവങ്ങളും എല്ലാം കൂടെ വരുമ്പോഴും ദൈവത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ചുറ്റുപാടുമുള്ളതൊന്നും ഈ ഹൃദയത്തെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ദൈവശബ്ദം നമ്മളെ അപ്പോഴും നയിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആൻഡ് മീ ഹാവ് ഗോട്ട് എ വെയിറ്റിംഗ് ഹാർട്ട്, എ ട്രസ്റ്റിംഗ് ഹാർട്ട്, എ പേഷ്യന്റ് ഹാർട്ട്, എ സ്റ്റിൽ ഹാർട്ട്, എ ഹാർട്ട് ഫുൾ ഓഫ് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ 46-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം വായിക്കുമോ? അപ്പം മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിയാൻ പറയുന്ന ഒരു ഭാഗമാണ്. അതും ഒരു കൽപ്പനയാണ്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ ദൈവമാണെന്ന് നീ എന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഞാൻ ദൈവമാണെന്നൊന്ന് അറിഞ്ഞേ. ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ. അതായത് നീ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. എന്നിട്ട് നീ എന്തോ അറിയണം? നിന്റെ പ്രശ്നങ്ങളുടെ ആഴം അറിയണോ? നിനക്കിനി മുമ്പോട്ടുള്ള വഴി അറിയണോ? ഒന്നും അല്ല അറിയേണ്ടത്, ഞാൻ ദൈവമാണെന്ന് നീ ഒന്ന് അറിയണം. ഈ വെയിറ്റിംഗ് പീരീഡിൽ ഞാൻ ദൈവമാണ്. ഞാനതിനെ ഇങ്ങനെ പറയും, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം യുവർ ഗോഡ്. ഞാൻ നിന്റെ ദൈവമാണെന്ന് നീ ഒന്ന് അറിഞ്ഞേ. ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പ്രപഞ്ചത്തിന്റെ ഉടയവൻ എൻ്റെ ദൈവമാണ് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്താൻ ഒന്നിനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഒന്ന് അറിയുന്ന ഒരു ഹൃദയം നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് അത് ചോദിച്ചു വാങ്ങിക്കാം. ഈ വെയിറ്റിംഗ് ഹാർട്ടിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ റെഫറൻസ് എല്ലാം കൂടെ എടുത്തു വന്നപ്പം ഒത്തിരി റെഫറൻസ് ഉണ്ട്. നമ്പർ ഇട്ടിട്ടില്ല, എനിക്കൊന്ന് 10-50 കൂടുതൽ റെഫറൻസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, അതെല്ലാം കൂടെ ഞാൻ വായിക്കത്തില്ല. പക്ഷെ ഞാൻ അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തു. എന്തുകൊണ്ടാണ് why we should wait upon the Lord, why we should have this heart? എന്തുകൊണ്ട് നമുക്ക് ഈ ഹൃദയം വേണം? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, because this is a command. ഇത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു കൽപ്പന ആയതുകൊണ്ട് നാം വെയിറ്റ് ചെയ്യണം. 2, Lamentations chapter 3 verse 25. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: The Lord is good to those who wait for him,
to the soul who seeks him. അവനെ അന്വേഷിക്കുന്നവർക്ക്, അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. So ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, because the Lord is good to those who wait for him, we should wait. അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനായതുകൊണ്ട് നാം കാത്തിരിക്കണം. 3, എന്തുകൊണ്ട് കാത്തിരിക്കണം? ഐസയ ചാപ്റ്റർ 64 verse 4. യെശയ്യാ പ്രവചനം 64 അധ്യായത്തിന്റെ 4 വാക്യം ഇങ്ങനെ പറയുന്നു: From of old no one has heard or perceived by the ear, no eye has seen a God besides you, who acts for those who wait for him. അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നല്ലവനായ ഒരു ദൈവം മാത്രമല്ല, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട് let us have a waiting heart. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. എന്തുകൊണ്ട് നാം കാത്തിരിക്കണം? ഫിലിപ്പിയ ലേഖനം 1 അധ്യായത്തിന്റെ 6 വാക്യം. Philippians chapter 1 verse 6. And I am sure of this, that he who began a good work in you will bring it into completion at the day of Christ. Why we should wait? എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് അറിയാമോ? നമ്മിലൊരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. So the one who has begun is going to complete it. So let's wait. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ബഹളം വെച്ച് വെപ്രാളം പിടിച്ച് ആ പ്രവൃത്തി തികയ്ക്കാതെ പോകുന്ന ഒരു അനുഭവത്തിലേക്ക് നാം വരരുത്. So let's have a waiting heart. Why we should wait? Jeremiah chapter 29 verse 11. യിരെമ്യാ പ്രവചനം 29 അധ്യായത്തിന്റെ 11 വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്. എന്താണ്? For I know the plans I have for you, declares the Lord, plans for welfare and not for evil, to give you a future and a hope. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക് അത്രയും യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നന്മയ്ക്കായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ദൈവം കരുതിയിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ കാണുന്ന കാര്യങ്ങളുടെ എല്ലാം മുമ്പിൽ കലങ്ങണ്ട. For sure there is a future ahead of you and your hope will not be cut off. So let's wait. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഒരു ശുഭഭാവി അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് നാം കാത്തിരിക്കണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം? റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. കോമൺ വേഴ്സസ് ആണ് ഞാൻ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. റോമാലേഖനം 8 അധ്യായത്തിന്റെ 28 വാക്യം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. എല്ലാം ഇനി ഇപ്പോൾ കാണുന്ന സകലതും പ്രതികൂലമാണെന്ന് തോന്നുമ്പോഴും എല്ലാവും കൂടെ കൂടി വ്യാപരിച്ച് വരുമ്പോൾ, എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ അവസാനം അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ കാത്തിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം എന്തുകൊണ്ട് കാത്തിരിക്കണം? Psalms 25 verse 3. സങ്കീർത്തനങ്ങൾ 25:3. Indeed, none who wait for you shall be put to shame. അവനെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. നമ്മെ അവൻ ലജ്ജിപ്പിക്കത്തില്ല.
ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം ലജ്ജിപ്പിക്കുന്നതായിരിക്കാം, മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടാനുള്ളതായിരിക്കാം, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉളവാക്കുന്നതായിരിക്കാം. എന്തുകൊണ്ടെന്ന് അവരോടൊപ്പം നമുക്കൂടെ ചോദിക്കാൻ തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാലും ദൈവമേ, എന്റെ കുഞ്ഞിന്റെ 1 വർഷം നഷ്ടപ്പെട്ടതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? എന്നാലും ദൈവമേ, ഈ അസുഖം ഇപ്പോഴും മാറാത്തത് കൊണ്ട് എന്ത് ഗുണമുണ്ടായി? എന്നാലും ദൈവമേ, ഈ ജോലിയിലെ ഈ പ്രതിസന്ധി ഇപ്പൊ കൊണ്ടുവന്നിട്ട് എന്ത് ഗുണമുണ്ടായി? എന്നാലും ദൈവമേ, ഇനി ഞാൻ ലിസ്റ്റ് പറയണോ? പറഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ഈ ഹൃദയത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുകയേ അല്ല, ഞാൻ എന്നോട് തന്നെ പ്രസംഗിക്കുക. Because it is too difficult to wait. It is too difficult to be still. It is extremely difficult to be at ease when everything around you is not going in the right way. ഒരു കാര്യമല്ല, എല്ലാ വിധത്തിലും 4 വശത്തൂടെ എന്ന് നമ്മൾ പറയത്തില്ലേ, ചുറ്റുപാടും മുഴുവൻ പ്രതികൂലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈ വെയിറ്റിംഗ് ഹാർട്ട് അല്പം പ്രയാസമുള്ളത്. പക്ഷേ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അതിനുള്ള ഒരു കൃപ. 21 ദിവസം ഇരുന്നല്ലോ, അതിനുള്ള ഒരു കൃപ. പ്രാർത്ഥിച്ചും അടുത്ത വിഷയങ്ങളുടെ മുമ്പിലും എന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ പ്രവൃത്തി തികയ്ക്കാൻ വിശ്വസ്തനാണെന്ന് നമുക്കൊന്ന് ഉറയ്ക്കാം. നമുക്ക് രക്ഷയെ തന്നവൻ, നമുക്ക് കർത്താവിനെ തന്നവൻ, സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവനെ നമുക്ക് വേണ്ടി തന്നവൻ, ബാക്കി എല്ലാം നമുക്ക് തരുമെന്ന് നമുക്കൊന്ന് വിശ്വസിക്കാം. നമുക്കൊന്ന് ഉറയ്ക്കാം. ഞാൻ ആ വാക്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നാം പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട്, അത് വരും, നിശ്ചയമായും വരും. എന്തുകൊണ്ടാണ് നാം വെയിറ്റ് ചെയ്യേണ്ടത്? ഈ വാക്യം വായിക്കണം കേട്ടോ. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 1 Peter chapter 5 verse 10. എന്താണ് അവിടെ വായിക്കുന്നത്? എന്നാൽ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ സർവകൃപാലുവായ ദൈവം യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. And after you have suffered a little while, the God of all grace, who has called you to his eternal glory in Christ, will himself restore, confirm, strengthen, and establish you. The one who has called you is going to restore, and he is going to establish you. അവൻ നമ്മെ എസ്റ്റാബ്ലിഷ് ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? കരമുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? കർത്താവേ, യു ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് അസ്.
You're going to establish me. You're going to establish my children. You're going to establish my family. You're going to establish my church. You're going to establish. ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബിയോണ്ട് അവർ ഇമാജിനേഷൻസ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന, നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം കാണാൻ കഴിയുന്നതിലും നിരൂപിക്കാൻ കഴിയുന്നതിലുമൊക്കെ അപ്പുറമായി അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ച് നിലനിർത്തുന്ന, അവൻ നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് അപ്പോൺ ഹിം. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. നാം എന്തിനു വേണ്ടി കാത്തിരിക്കണം? കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് നാം കാത്തിരിക്കണം? എന്താണ്? വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ റിവാർഡ്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. Blessed is the man who remains steadfast under trial. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ പരീക്ഷ സഹിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വെയിറ്റിംഗ് പീരീഡാണ്. ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അവൻ എന്ത് കിട്ടും? He's going to receive the crown of life. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രോമിസ് ചെയ്തിരിക്കുന്ന ജീവകിരീടം നമുക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ലെറ്റ്സ് വെയിറ്റ്. ആ ജീവകിരീടം പ്രാപിക്കത്തക്കവണ്ണം അതിനു വേണ്ടിയിട്ട് എനിക്കൊരു വെയിറ്റിംഗ് ഹാർട്ട് തരണമേ എന്ന്, ഒരു പേഷ്യന്റ് ഹാർട്ട്, ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു ഹാർട്ട് നമുക്ക് കർത്താവിനോട് ചോദിച്ച് വാങ്ങിക്കാം. എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. ഹംബിൾ യുവർ സെൽഫ്. 1 പത്രോസ് 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. Humble yourself therefore under the mighty hand of God, so that at the proper time he may exalt you, casting all your anxieties on him, because he cares for you. നമുക്കറിയാവുന്ന വാക്യമാണ് അല്ലേ? കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. എന്തിനാണ്? തക്ക സമയത്തൊരു ഉയർച്ചയുണ്ട്. Because he is going to exalt you at the right time. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും എന്നുള്ളത് കൊണ്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഈ ഹൃദയം ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കാം. എന്തുകൊണ്ടാണ് നാം കാത്തിരിക്കണം? എന്താണ് അതിൻ്റെ റിസൾട്ട്? യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. Isaiah chapter 40 verse 31. വാക്യം പരിചയമുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. We are going to renew our strength. നാം കാത്തിരിക്കുന്നു എങ്കിൽ നമ്മുടെ ശക്തി പുതുക്കി കിട്ടും. അങ്ങനെ പുതുക്കി കിട്ടണമെങ്കിൽ നമുക്കൊരു വെയിറ്റിംഗ് ഹാർട്ട് വേണം. ആ വാക്യവുമായി ബന്ധപ്പെട്ട ഒത്തിരി മെസ്സേജുകൾ നാം കേട്ടിട്ടുള്ളതാണ്. ഒരു കഴുകൻ എങ്ങനെയാണ് കാത്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ശക്തി പുതുക്കുന്നതെന്നൊക്കെ. അപ്പൊ നമുക്ക് ശരിക്കും ഒരു കാത്തിരിക്കുന്ന ഹൃദയമുണ്ടെങ്കിലേ ശക്തിയെ പുതുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? മീഖ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. മീഖ chapter 7 verse 7. But for me, I will look to the Lord. I will wait for the God of my salvation. My God will hear me. എൻ്റെ ദൈവം എന്നെ കേൾക്കും. എൻ്റെ ദൈവം എനിക്ക് ചെവി തരും. അപ്പോൾ എനിക്ക് കാത്തിരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, സിസ്റ്ററെ കാത്തിരുന്ന് മടുത്തു, ഇനിയിപ്പം
ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു മനുഷ്യനില്ല. എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ കൂട്ടാളിയും എൻ്റെ മക്കളും എല്ലാവരും കൂടെ എൻ്റെ തലേ കയറുകയാണ്. എന്ത് കാത്തിരിപ്പ്! ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ സ്വയം നോക്കിയിട്ട് പറയണം, ആരും കേൾക്കുന്നില്ലേലും എനിക്ക് ഹൃദയമുള്ളത് കൊണ്ട് എൻ്റെ കർത്താവ് എന്നെ കേൾക്കും. മൈ ഗാഡ് വിൽ ഹിയർ മീ. എൻ്റെ ദൈവം എന്നെ കേൾക്കും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ദൈവമക്കളെ. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതിലേക്ക് മടങ്ങി വരികയാണ്. ദൈവം നമ്മളെ കേൾക്കുമെന്ന് മാത്രമല്ല, if we truly have a waiting heart, then we will be able to hear from him. നമുക്ക് ശരിക്കും ആ സ്റ്റില്ലായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റും കേട്ടോ. അത് ലിറ്ററലി ഞാൻ അനുഭവിച്ചു. സത്യം പറഞ്ഞാൽ ബീച്ചാൻ്റെ ഈ സംഭവം നടന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാനൊരു വാക്ക് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടിലേക്ക് കയറുകയാണ്. നീ എൻ്റെ കൂടെ വരണം. ഡു നോട്ട് ലീവ് മീ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് നിന്നെ വേണം. സോ കം വിത്ത് മീ. ശരിക്കും ഞാൻ വാഗൊണ്ട് അത് പറഞ്ഞിട്ട്, ആ സെന്റൻസ് പറഞ്ഞിട്ടാണ് ഞാൻ ഗേറ്റ് ക്രോസ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചത്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ലിറ്ററലി കർത്താവ് എൻ്റെ കൂടെ വന്നു കേട്ടോ. ലിറ്ററലി ഞാൻ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കരഞ്ഞോന്ന് ചോദിച്ചാൽ കരഞ്ഞു. എന്തോ സംഭവിച്ചു ദൈവമേ, ഇതെന്തോ അങ്ങനെ സംഭവിച്ചെന്നൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ വന്നു, അതൊക്കെ വന്നു. പക്ഷേ the communication between me and my God was so clear, crystal clear എന്ന് പറയുന്നത് പോലെ ക്ലിയർ ആയിരുന്നു. I didn't have any doubt. ഞാൻ എന്താണ് കേൾക്കുന്നത്, ഞാൻ ആരിൽ നിന്നാണ് കേൾക്കുന്നത്, എന്ത് സ്റ്റെപ്പാണ് ഞാൻ വയ്ക്കുന്നത്, ഒരു സംശയമില്ലായിരുന്നു. അതില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും അന്ന് സംഭവിച്ച ഒരു കാര്യങ്ങളെ കുറിച്ചും എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ ഒരു 0.1% പോലും ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. നമുക്ക് കേൾക്കാൻ കഴിയും. ചുറ്റുപാടും പത്മോസിന്റെ ഏകാന്തതയിൽ ആർത്തലയ്ക്കുന്ന കടൽ തിരകൾ മുക്കിക്കളയുമെന്നും തീർത്തു കളയുമെന്നും അടുത്ത വലിയൊരു തിര കൊണ്ടുവന്ന് നിന്നെ ഞങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുമെന്നും ആക്രോശിക്കുന്ന തിരകൾക്ക് പകരം, തിരകളുടെ ശബ്ദത്തിന് പകരം സ്വർഗത്തിലെ ആരാധനയുടെ ശബ്ദം കേട്ട ഒരു യോഹന്നാൻ, ആർത്തലയ്ക്കുന്ന തിരകൾക്ക് പകരം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം കൊണ്ട് ഇവിടേക്ക് കയറി വരിക എന്നുള്ള ശബ്ദം കേട്ട യോഹന്നാൻ ചുറ്റുപാടും താഴേക്ക് നോക്കുമ്പോൾ കൂറ്റൻ കരിമ്പൻ പാറക്കെട്ടുകളും ചിതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങളും മാത്രം കണ്ട് ഭയം കൊള്ളാൻ സാധ്യതയുണ്ടായിരുന്ന യോഹന്നാൻ അടിസ്ഥാനങ്ങളുള്ള നഗരങ്ങളെ കാണുവാൻ അവന്റെ കണ്ണുകളെ ദൈവം തുറന്നു. 12 ഗോപുരങ്ങൾ, മുത്തുകൾ പതിച്ച ഗോപുരങ്ങൾ കാണുവാൻ അവന്റെ കണ്ണുകളെ ദൈവം തുറന്നു. അവൻ കണ്ടത് അസ്ഥിക്കൂട്ടങ്ങളല്ല, അവൻ കണ്ടത് വഴികളൊന്നുമില്ലാത്ത ഇരുണ്ട പാറക്കെട്ടുകളല്ല, സ്വർണ്ണ തെരുവീഥികൾ കാണാൻ കഴിഞ്ഞ ഒരു യോഹന്നാൻ. ഒറ്റയ്ക്കാണ്, ആരുമില്ല. പരാതി പറയുവാൻ ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി നിന്നു, എനിക്ക് എന്നിട്ട് അവസാനം ഇങ്ങനെയായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പരിഭവം പറയുവാനുള്ള നേരത്ത് ആത്മവിവശതയിൽ ആത്മമണവാളനെ പൂർണ്ണ മഹത്വത്തോടെ കാണാൻ കഴിഞ്ഞ
ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞ യോഹന്നാൻ. സ്വസ്ഥതയുള്ള ഒരു ഹൃദയം, സമാധാനമുള്ള ഒരു ഹൃദയം, ചുറ്റുപാടുമുള്ള ഒന്നിനാലും അഫക്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ഹൃദയം, ചലിക്കാത്ത ഒരു ഹൃദയം നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കാം. ദൈവമക്കളെ, കർത്താവിനോട് പറയാം, കർത്താവേ, ചുറ്റുപാട് നിൽക്കുന്നവരുടെ ചോദ്യങ്ങളല്ല, പകരം അങ്ങയുടെ ഉത്തരം കേൾക്കുന്ന ഒരു ഹൃദയം. ചുറ്റുപാടും നിൽക്കുന്നവരുടെ കോപിച്ചതോ പരിഹസിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള മുഖം കാണുന്ന ഒരു ഹൃദയമല്ല, പകരം അങ്ങയുടെ 1000 കോടി സൂര്യന്റെ പ്രഭയുള്ള മുഖം കാണുന്ന ഒരു ഹൃദയം. ചുറ്റുപാടും പാറക്കൂട്ടങ്ങളും വഴിയടഞ്ഞതും ചെങ്കടലും ഫറവോന്റെ സൈന്യവും ആർത്തിരമ്പുന്ന കരകഴിഞ്ഞൊഴുകുന്ന യോർദാനും, ഹല്ലേലൂയ, സ്തോത്രം, അർദ്ധരാത്രിയും കാരാഗ്രഹവും ആമത്തിലിട്ട കാലും സിംഹങ്ങളുടെ ഗുഹയും ഒന്നുമല്ല, പകരം തുറന്ന വഴിയും നടപ്പാതകളും അക്കരെയുള്ള കനാൻ ദേശവും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ഹൃദയം. നമുക്ക് ഈ ഹൃദയം കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കാം ദൈവമക്കളെ. ഇനി ഈ വെയിറ്റിംഗ് പീരീഡിൽ ഉണ്ടല്ലോ, നമുക്ക് ഈ വെയിറ്റിംഗ് ഹാർട്ട്, ലിറ്ററലി ഈ വെയിറ്റിംഗ് പീരീഡിൽ ശരിക്കും ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം ഇല്ലെങ്കിൽ നാം ചെയ്തു പോകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്യരുത്? ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, ഒന്നാമതായി എന്ത് ചെയ്യരുത്? 37-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം, Psalms 37:7. Be still before the Lord and wait patiently for him. Fret not yourself over the one who prospers his way. Fret not. മുഷിഞ്ഞു പോകരുത്. ഈ വെയിറ്റിംഗ് ഹാർട്ട് ഇല്ലെങ്കിൽ ഈ വെയിറ്റിംഗ് പീരീഡിൽ നാം മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ സുഖം കണ്ട് നാം തന്നെ പ്രാർത്ഥിച്ചവരുടെ വിടുതൽ കണ്ട് നാം മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ദുഷ്ടഹൃദയം നമുക്ക് വന്നു പോകാൻ സാധ്യത. കർത്താവേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് നീ മറുപടി കൊടുത്തു, എനിക്കെന്തേ മറുപടിയില്ല എന്ന് ചോദിച്ച് ഞാൻ ദൈവത്തോട്, മനുഷ്യരോട്, സാഹചര്യങ്ങളോട് ഒക്കെ മുഷിഞ്ഞു പോകാൻ സാധ്യത. സോ ഫ്രെറ്റ് നോട്ട്. അത് ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2 മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം, Matthew chapter 6:34. Therefore do not be anxious about tomorrow. ഈ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു വലിയ കാര്യമാണ് ആങ്സൈറ്റി, തിങ്കിങ് അബൌട്ട് വാട്ട് നെക്സ്റ്റ്. അടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ പോയാൽ എങ്ങനെ എവിടെ എത്തും? ഇതാണെങ്കിൽ ഇതിന്റെ അവസാനം എന്താകും? ഞാൻ എന്ത് ചെയ്യും? സോ ഡു നോട്ട് ബി ആൻഷ്യസ്. ഈ വെയിറ്റിംഗ് ഹാർട്ട് ഉള്ള ഒരാളിന് ആൻഷ്യസ് ആവാൻ പറ്റത്തില്ല. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആകട്ടോ. അപ്പൊ നമുക്ക് ആൻസൈറ്റി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം we do not have a waiting heart. നമുക്ക് ഈ സഹിഷ്ണുതയുള്ള, കാത്തിരിക്കാൻ കഴിയുന്ന, ദൈവിക ക്ഷമയുള്ള ഒരു ഹൃദയം നമുക്കില്ലെന്ന് അതിന്റെ അർത്ഥം. So do not be anxious. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഹബക്കൂക്ക് chapter 2:3. എന്താണ്? ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്.
സോ വെയിറ്റ് ഫോർ ഇറ്റ്. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ. താമസിച്ചാലും അത് വരും കേട്ടോ, നിശ്ചയമായിട്ടും വരും. അപ്പൊ അതുകൊണ്ട് ഈ വെയിറ്റിംഗ് പീരീഡിൽ ഡു നോട്ട് ഗിവ് അപ്പ്. ഈ ഹാഫ് വേ ത്രൂയിൽ വിഷൻ ഉള്ളവർക്ക് വിട്ട് കളയാനുള്ള ഒരു മനസ്സ് വരും. കാരണം ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുക, അപ്പൊ അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ പഠിക്കുന്നതിനകത്ത് വിഷനും മിഷനും ഉണ്ട്. അപ്പം വിഷൻ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, ആ വിഷനെ റീച്ച് ചെയ്യാനുള്ള സംഭവമാണ് മിഷൻ. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വിഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു ലോങ് ടേം സംഭവമാണ്. അതിന്റെ എൻഡാണത്. ജോസഫിന് ദൈവം കൊടുത്ത ഒരു വിഷൻ ഉണ്ട്. എന്ത്? അവന്റെ കറ്റ നിൽക്കുന്നു, ബാക്കിയുള്ളവരുടെ കറ്റയെല്ലാം കമന്നു വീണവനെ നമസ്കരിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടെ അവനെ നമസ്കരിക്കുന്നു. ദാറ്റ് ഈസ് ദ വിഷൻ. പക്ഷേ എനിക്ക് ദൈവം തന്ന വിഷനും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്, ഒരു ദൂരമുണ്ട്. ആ വിഷനിൽ എത്താൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു റൈറ്റ് ടൈം ഉണ്ട്. ആ വിഷനിലേക്ക് ദൈവം എത്താൻ വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. അതിനകത്ത് സ്ലേവറി ഉണ്ട്, അതിനകത്ത് പൊത്തിഫേറിന്റെ ഭാര്യയുണ്ട്, അതിനകത്ത് കാരാഗ്രഹമുണ്ട്, അതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. പൊട്ടക്കുഴിയുണ്ട്, റിജക്ഷൻ ഉണ്ട്, ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾ വെച്ചുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ അങ്ങ് വിരൂപമായി പോകുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഓർത്തിട്ടുണ്ട്. ഈ ജോസഫിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമേ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ദൈവജനത്തിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി തന്നിരിക്കും. എല്ലാത്തിനും എന്താ പറയുന്നത്, പ്രാധാന്യമുണ്ട്. നമ്മളെ ചിലതൊക്കെ അങ്ങ് വായിച്ച് പിന്നെ ചിലതൊന്നും വായിക്കത്തേ ഇല്ല. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് അറിയാം എന്റെ ബാക്കി, അത് വായിക്കത്തേ ഇല്ല, നമ്മൾ പോവല്ലോ. അവനെ ക്ഷൗരം ചെയ്യിച്ചു എന്നൊരു വാക്യമുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്റെ സ്റ്റാനിപ്പ് എന്തോ ഇത്ര പ്രത്യേകത, രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് മുമ്പ് ക്ഷൗരം ചെയ്യിച്ചെന്നല്ലേ ഉള്ളൂ. പക്ഷെ അത് വായിച്ചപ്പം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു പ്രാവശ്യം ഭയങ്കര സങ്കടം വന്നു. എങ്ങനെ ജീവിച്ച ഒരു കുഞ്ഞാ ഇത്? ജോസഫേ രൂബനെ പോലും ശിമേനെ പോലും ലേവിയും ഗാദും ആശറിനെ പോലും ഒന്നുമല്ല. യാക്കോബ് ഏറ്റവും സ്നേഹിച്ച തന്റെ ഭാര്യയിൽ നിന്ന് ദൈവം കൊടുത്ത സന്തതിയാവൻ. എല്ലാവരെക്കാളും കൂടുതൽ യാക്കോബ് സ്നേഹിച്ച സന്തതിയാവൻ. അവന് മാത്രം ഉണ്ടാക്കി കൊടുത്ത ഒരു നിലയങ്കി ഉണ്ടായിരുന്നു, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടാ. അവൻ നല്ല സ്മാർട്ടായിട്ടിരിക്കണം. ഹി ഷുഡ് ഹാവ് എ സ്മാർട്ട് ലുക്ക്. അതായിരുന്നു അവന്റെ അപ്പന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. ഇവിടെ ഇതാ ദർശനത്തിലേക്കുള്ള വഴിയിൽ അവൻ വിരൂപനായി പോയിരിക്കും. അവനെ ക്ഷൗരം ചെയ്യിക്കേണ്ടി വന്നു. അതിന്റെ അർത്ഥം അവന് പ്രോപ്പർലി ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാരാഗ്രഹത്തിലല്ല അവനായിരിക്കുന്നത്. മേ ബി വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ അതുപോലൊരു സമയത്തോ നിങ്ങൾ കണ്ടിട്ടില്ലേ, സെൻട്രൽ ജയിലിൽ പോകാനുള്ള ഒരു അവസരം കർത്താവ് തന്നിട്ടുണ്ട്. അവിടെ അതിനകത്ത് ചെല്ലുമ്പോൾ അവരെല്ലാം ഒത്തിരി വിരൂപരായിട്ടിരിക്കുന്ന, ആഴ്ചയിൽ ഒരിക്കൽ ഒരാൾ വന്ന് നിന്ന് നേരത്തെ പിടിച്ച് എല്ലാവരുടെയും മുടി വെട്ടും, മാസത്തിലൊരിക്കൽ മുടി വെട്ടും, എല്ലാവർക്കും ഒന്നിച്ച് താടിയൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റമാണ് അവിടെ. അല്ലാതെ അവർക്ക് തനിയെ അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദർശനത്തിലേക്കുള്ള വഴിയിലെ നമ്മുടെ സൗന്ദര്യമൊക്കെ വികൃതമായി പോകുന്ന, നമ്മുടെ റൊട്ടീൻസ് ഒക്കെ ചേഞ്ച്ഡ് ആയി പോകുന്ന, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ നാം എന്ത് ചെയ്യരുത്? അതിൻ്റെ നടുവിൽ ഡു നോട്ട് ഗിവ് അപ്പ്. മതി കർത്താവേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളവരാരും ഈ കൂട്ടത്തിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ മതി, എല്ലാം മതി, ഇത്രയും നാളും ഞാൻ ചെയ്തു, ഇത്രയും നാളും ഇങ്ങനെയൊക്കെ ആയി, ഇനി മതി,
ഇനി നാളെ തൊട്ട് ഞാനൊരു നോർമൽ വിശ്വാസിയാണ്. എത്ര വട്ടം പറഞ്ഞെന്നറിയാം. നാളെ മുതൽ ഞാനൊരു സാധാരണ വിശ്വാസി, ഇനി ഒന്നും വേണ്ട. പക്ഷെ എപ്പോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രാർത്ഥിച്ച് ഞാൻ പായെന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എവിടുന്നെങ്കിലും ഒരു കോള് വരും, സിസ്റ്ററെ നാളെ ഞങ്ങളുടെ ഒരു ശുശ്രൂഷയിൽ അത്യാവശ്യമാണ്, ഒന്ന് ശുശ്രൂഷിക്കാമോ? അപ്പൊ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരും, കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്ത് അവസരം വന്നാലും നോ പറയത്തില്ലെന്ന്. അപ്പൊ പിന്നെ പേടിച്ച് ശുശ്രൂഷിക്കാന്ന് പറയും. പിന്നെ പുസ്തകം എല്ലാം എടുത്ത് തിരിച്ച് മടക്കി വെച്ച് അപ്പൊ പിന്നെ വിശ്വാസിയല്ല, പഴയതിലേക്ക് മടങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ അത് ചെയ്യരുത് കേട്ടോ. ഫ്രെറ്റ് നോട്ട്, ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ബി ആങ്ഷ്യസ്. ഇനി ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഗലാത്യലേഖനം 6:9 കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വാക്യമാണ്. എന്താണ്? ആൻഡ് ലെറ്റ് us not grow weary of doing good. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. നമ്മുടെ ഈ വെയിറ്റിംഗ് പീരീഡിലാണ് നമുക്ക് നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകുന്നത്, നാം അടുത്തു പോകുന്നത്. ഇത്രയും നാളും കൊടുത്തു, ഇത്രയും നാളും ചെയ്തു, ഇത്രയും നാളും ഞാൻ പറഞ്ഞു, ഇത്രയും നാളും ഞാൻ ഉപവസിച്ചു, ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ചു, ഇനി മതി, ഇനി ഞാൻ ചെയ്യത്തില്ല. ഞാൻ എത്ര പ്രാവശ്യം അവരുടെ അടുത്ത് അങ്ങോട്ട് പോയി ക്ഷമ ചോദിച്ചു, ഇനി ഞാൻ ചോദിക്കത്തില്ല കർത്താവ്, ഇനി ഞാൻ ആ കുഞ്ഞിനെ ഉപദേശിക്കത്തില്ല, ഇനി ഞാൻ ഈ വിഷയത്തിൽ തലയിടത്തില്ല. എത്ര പ്രാവശ്യം നമ്മൾ തീരുമാനമെടുത്തു. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, യു ആർ ഓൺ ദ വേ ടു റീച്ച് യുവർ വിഷൻ. നിങ്ങളുടെ ദർശനത്തിലേക്കുള്ള വഴിയിൽ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, യു ആർ അബൌട്ട് ടു റീച്ച്. കയ്യെത്തുന്ന ദൂരമേ ഉള്ളൂ, കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. കാരണം തലേ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ജോസഫിന് അറിയത്തില്ലായിരുന്നു പിറ്റേ ദിവസം രാത്രിയിൽ അവൻ കൊട്ടാരത്തിലാണ് ഉറങ്ങാൻ പോകുന്നതെന്ന്. തലേ ദിവസം അവൻ കാരാഗ്രഹത്തിനകത്തായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ സിംഹാസനത്തിലാണ് ഇരിക്കാൻ പോകുന്നതെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. യു ആർ അബൌട്ട് ടു റീച്ച്, ഡു നോട്ട് ഗിവ് അപ്പ്, ഡു നോട്ട് ഗ്രോ വെറി. ആ നന്മ ചെയ്യുന്നതിൽ, ആ കാര്യം ചെയ്യുന്നതിൽ തളർന്നു പോകല്ലേ, നിർത്തിക്കളയല്ലേ. അതിനെന്ത് വേണം? വി ഷുഡ് ഹാവ് എ വെയിറ്റിംഗ് ഹാർട്ട്. നമുക്ക് കാത്തിരിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ ചെയ്യരുത് എന്ന് അതോടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. ഈ വാക്യം വായിക്കണം കേട്ടോ. 1 Corinthians chapter 4 verse 5. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. മതി, ബാക്കി വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വെയിറ്റിംഗ് പീരീഡിലെ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ഹാർട്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് വിധിക്കാനുള്ള ഒരു സാധ്യത. സോ ഡു നോട്ട് പ്രൊനൗൺസ് ജഡ്ജ്മെന്റ് ബിഫോർ ടൈം. നാം വിധിക്കരുത്. നാം അവരെ കുറ്റം പറയും, നാം ഇവരെ കുറ്റം പറയും, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, എന്റെ കുഴപ്പം കൊണ്ടല്ല. ഈ വീട്ടിൽ കാര്യം നടക്കാത്തത് നീ നേരെ ചൊവ്വേ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിന്റെ അസുഖം മാറാത്തത്? നീ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്, നീ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്. ഓ, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, ഇവിടെ എന്താ പറയുന്നത്, എനിക്കൊരു കൂട്ടാളിയെ തന്നിട്ടുണ്ട്, ആ പുള്ളിക്ക് എൻ്റെ കൂടെ മുട്ടുമടക്കാനും സമയമില്ല, ഒരു കൂട്ടായ്മയെ ആചരിക്കാനും സമയമില്ല, അതുകൊണ്ടാണ് എല്ലാവരും കൂടെ അനുഭവിക്കുന്നത്. അനുഭവിച്ചോ? നമ്മുടെ വീട്ടിലെ എന്താ പറയുന്നത്, സാധാരണ പറയുന്ന ഒരു കാര്യം ആ സാധാരണ ഭാഷയിൽ, പ്രസംഗ ഭാഷയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഈ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് ആരെയും വിധിക്കണ്ട. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആ ജോസഫ് കേട്ടോ. ഈ ജോസഫ് ഈ പാനപാത്രവാഹകനോടും അപ്പക്കാരനോടും പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ സഹോദരങ്ങൾ എന്നെ വിറ്റതാണെന്നൊന്നും അവൻ പറയുന്നില്ല. അവിടെ വായിച്ചു നോക്കിയാൽ മതി. ഞാനിവിടെ അങ്ങ് എത്തപ്പെട്ടു പോയതാണ്. സഹോദരന്മാര് പൊട്ടക്കുഴിയിൽ ഇട്ടതോ അവര് വിറ്റതോ അവൻ പറഞ്ഞിട്ടേ ഇല്ല. നമ്മളായിരുന്നെങ്കിൽ ആദ്യം നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി, നിങ്ങളാരും പറയത്തില്ല, മോഹമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, ഞാനായിരുന്നേ പറയാൻ സാധ്യതയുണ്ട്, കർത്താവേ, അല്ലെങ്കിൽ ശിവൻ നിനക്കറിയാവോ, ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഇതിന്റെ മുഴുവൻ കാരണം അവരാണ്, പറയാൻ സാധ്യതയുണ്ട്. നമ്മൾ അവരെ വിധിക്കാൻ സാധ്യതയുണ്ട്. സോ
ഡു നോട്ട് പ്രൊനൗൺസ് ജഡ്ജ്മെന്റ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഹിന്റ് തരുന്നതേ ഉള്ളൂ. ഈ സെയിം കാറ്റഗറിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഡോൺസ് ആൻഡ് ഡൂസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നല്ലതാ. എനിക്ക് തോന്നുന്നു ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കാൻ കഴിയും. നീണ്ടുപോകുന്നു എന്നെനിക്കറിയാം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. വെയിറ്റ് ചെയ്യണം എന്ന് കുറെ നേരമായിട്ട് സിസ്റ്റർ പറയുന്നുണ്ടല്ലോ. ഹൗ ടു വെയിറ്റ്? എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഈ രീതി ശരിയാണോ? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കാമോ? എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുമോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും മതി. ഹല്ലേലൂയ, സ്തോത്രം. So be patient therefore, brothers, until the coming of the Lord. Be patient. Wait. എങ്ങനെ വെയിറ്റ് ചെയ്യണം? വിത്ത് വിതച്ചിട്ട് ഒരു കൃഷിക്കാരൻ എങ്ങനെയാണോ കാത്തിരിക്കുന്നത് അതുപോലെ വെയിറ്റ് ചെയ്യണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒരു വള്ളിച്ചെടിയാണ്, അതിൻ്റെ വിത്താണ് നിങ്ങൾ ഇട്ടതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സീസണിലേക്ക് ഫലം തരാനുള്ള പയർ വിതച്ചെന്ന് വെച്ചു, പയർ ഒത്തിരി കാത്തിരിക്കണ്ട കേട്ടോ. ഇന്ന് വിതച്ച ചിലപ്പോൾ നാളെ മുള പൊട്ടി പിന്നെ അങ്ങ് വള്ളി വീശി ഇതങ്ങ് വരും. ഒത്തിരി വെയിറ്റിംഗ് പീരീഡ് ഇല്ല, എങ്കിലും ഒരു 1 night വെയിറ്റിംഗ്, ഒരു 1 or 2 nights വെയിറ്റിംഗ് ഉണ്ട്. അതൊരു സീസണിലേക്ക് മാത്രം ഫലം തന്നിട്ട് അത് കരിഞ്ഞു വാടിപ്പോകും. പക്ഷേ നിങ്ങൾ ഇട്ടിരിക്കുന്ന സീഡ് ഒരു വൻ വൃക്ഷത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഇറ്റ് ഈസ് ടു ലോങ്. ഒരുപക്ഷെ കിളിർക്കുന്നത് നിങ്ങൾക്ക് കാണാതിരിക്കാം, വളരുന്നത് നിങ്ങൾക്ക് കാണാതിരിക്കാം, പക്ഷെ അതിൻ്റെ ഫലം എടുക്കുന്നത് വരെയുള്ള ആ ഒരു വെയിറ്റിംഗ് ഉണ്ടല്ലോ, അത് 5-6 മാസമൊന്നുമല്ല, വർഷങ്ങളാണ്. ഞാൻ ഒരു ടൈപ്പ് ഓഫ് ബാംബുവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ആ ബാംബുവിന്റെ ആ പേര് ഞാൻ മറന്നുപോയി. ഒരു ടൈപ്പ് ഓഫ് ബാംബു. അതിന്റെ അരി കൊണ്ടുവന്നിട്ട് നിങ്ങൾ കിളിപ്പിച്ചാൽ വർഷങ്ങളോളം നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് പോലും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ഗ്രോത്ത് നിങ്ങൾ കാണില്ല. ഏകദേശം ഞാൻ വായിച്ചത് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 30 വർഷത്തോളം ഇതിന്റെ റൂട്ട് മാത്രമേ വളരത്തുള്ളൂ. അത് താഴോട്ട് ഇങ്ങനെ വളർന്നു പോകും, നമുക്ക് കാണാനേ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ബാംബു ട്രീ വളരുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾക്കറിയാമോ? ഓരോ ദിവസവും 1 ഇഞ്ച് വെച്ച് അത് വളരും. ഒരു ദിവസം 1 ഇഞ്ച് വെച്ച് വളരുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഫാസ്റ്റ് ഗ്രോത്ത് അത്. നിങ്ങൾ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ വളരും. പക്ഷേ അതിനു മുമ്പ് ഞാനും നിങ്ങളും കൊടുക്കേണ്ടുന്ന വില വലുതാണ്, വെയിറ്റിംഗ് വലുതാണ്. അപ്പോൾ നമുക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന, നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ വിത്തിൽ നിന്ന് പുറപ്പെട്ടു വരാനുള്ളത് ശ്രേഷ്ഠകരമായത് എന്തെങ്കിലും ആണെങ്കിൽ, your waiting period is going to be long. നമ്മുടെ കാത്തിരിപ്പ് നീണ്ടതാണ്. ഒരു സീസണിൽ ഫലം കായ്ച്ച് കൊഴിയാനുള്ളതിനെ ഒന്നും ആർക്കും അധികം കാത്തിരിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഫലം കായ്ക്കുന്ന പലതിനെയും കണ്ടോണ്ട് മുഷിഞ്ഞു പോകല്ലേ.
അയ്യോ അവരുടെ മക്കൾ പഠിച്ച് അങ്ങനെയായി, ഇവരുടേത് ഇങ്ങനെയായി, എന്റെ കുഞ്ഞുങ്ങൾ ഒന്നും ആകുന്നില്ല. വെയിറ്റ്. They are bringing up a normal generation, but you and me are bringing up an anointed generation. സാധാരണ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ വളർത്തുമ്പോൾ അഭിഷിക്തരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്ക് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. അവർ പലതും മറ്റു പലരുടെയും തലമുറകൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അച്ചീവ് ചെയ്തില്ലെന്ന് വരും. Because you are raising a generation with a vision. You are raising a generation with an anointing. അതുകൊണ്ട് വളർച്ചയില്ലേ 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 എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. അടിസ്ഥാനത്തിലോട്ട് താഴോട്ട് നമ്മുടെ പ്രാർത്ഥന വളർത്തുന്നുണ്ട് എന്നോർത്ത് സ്തോത്രം ചെയ്തോണം. ഒരു കൃഷിക്കാരൻ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. 123 സങ്കീർത്തനത്തിന്റെ 2 വാക്യം, അതിനകത്ത് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നതെന്ന് അറിയാമോ? ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെയുള്ള ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന്റെ പ്രത്യേകത, അവർക്ക് നോക്കാൻ വേറെ ഇടമില്ല. അവർക്ക് വേറൊരു ദാസൻ, വേറൊരു യജമാനനില്ല, വേറൊരു യജമാനത്തിയില്ല. 2, അവർക്ക് എന്ത് കിട്ടുമെന്ന് അവർക്ക് അറിയില്ല. ഈ യജമാനൻ ഇന്ന് എനിക്ക് കൈ നിറച്ച് തരുമോ? എനിക്ക് ഭക്ഷിക്കാൻ കിട്ടുമോ? എന്തായിരിക്കും? വാട്ട് ടു എക്സ്പെക്ട്? they don't know. പക്ഷേ ആ യജമാനന്റെ മേലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് അവർക്ക്. എനിക്ക് വേണ്ടുന്നത്, ഇന്നത്തേക്ക് വേണ്ടുന്നത് എന്റെ യജമാനൻ തരുമെന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട്. ബിക്കോസ് they belong to him. അവർ ആ യജമാനന്റേതായതുകൊണ്ട് എന്റെ യജമാനൻ എന്റെ ആവശ്യം അറിയും, എന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം അറിയും, എന്റെ സഭയുടെ ആവശ്യം അറിയും, എന്റെ ശുശ്രൂഷയുടെ ആവശ്യം അറിയും, എന്റെ കുടുംബത്തിന്റെ ആവശ്യം അറിയും. അവൻ എനിക്ക് തരും. കാരണം അവനെ വിട്ടിട്ട് പോകാൻ വേറെ ഇടമില്ല. ആരോട് കൈനീട്ടാന്? നമുക്ക് അവനേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വെയിറ്റിംഗ് ഹാർട്ട് അത് നാം നിശ്ചയമായും പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വെയിറ്റിംഗ് പീരീഡിൽ എന്ത് ചെയ്യണം? പിന്നെ കുറേ കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവ ശുശ്രൂഷയുടെ സമയം ഒത്തിരി നീണ്ടുപോയെന്ന് എനിക്കറിയാം. സോ ഞാനത് കട്ട് ഷോർട്ട് ചെയ്യുകയാണ്. ദൈവമക്കളെ, നമുക്ക് കാത്തിരിക്കാനുള്ള ഒരു ഹൃദയം, ക്ഷമയോടെ, സ്റ്റില്ലായിട്ട്, എനിക്കതാ പറയാനാ ഇഷ്ടം. ബി സ്റ്റില്ല. കാത്തിരിക്കാൻ ഒരു ഹൃദയം. കാരണം ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. താമസിച്ചാലും അത് വരും, നിശ്ചയം. ഫോർ ഷുവർ ഇറ്റ് വിൽ കം. നിശ്ചയമായിട്ടും അത് വരും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. 11 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ വായിച്ചത്, അവരെല്ലാവരും സന്തോഷത്തോടെ, റിജോയ്സിംഗ് ഹാർട്ട്. ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൃദയമാണ്. If you have a waiting heart, then we will have a rejoicing heart. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ലഭ്യമാകും. അതിനെ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. കാത്തിരിക്കാനായിട്ടുള്ള ഒരു കൃപ, ഒരു മനസ്സ്. യായിറോസിന്റെ യാത്രയുടെ നടുവിൽ അവന്റെ ഒരു കാത്തിരിപ്പ് ഭയങ്കരമായിരുന്നു കേട്ടോ. കുഞ്ഞിനെ രോഗിയായിട്ട് കണ്ടു. ഇവിടെ വന്നപ്പോഴത്തേക്കിന് കുഞ്ഞ് മരിച്ചു. ആ വീട്ടിൽ വരെ ചെല്ലുന്ന ഒരു സമയം, എന്തൊരവസ്ഥയാ അത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വേണ്ട ഒരു സ്ത്രീ വന്ന് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. എടാ, ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞു, അവൾക്ക് സൗഖ്യമായെന്ന് അറിഞ്ഞു. നിൽക്കാതെ യേശുവേ, കുഞ്ഞ് മരിച്ചു.
പക്ഷെ യായിറോസ് മിണ്ടിയില്ല. യേശു അവിടെ നിന്ന് അവളോട് വർത്താനം പറഞ്ഞ് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ആരാണെന്നൊക്കെ കണ്ട് നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു 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 ക്രൈസിസിലേക്ക് അതിനെ മാനേജ് ചെയ്യാൻ പോവല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഇഴയ്ക്കാമോ? നമ്മൾ പലപ്പോഴും ദൈവത്തിലുള്ള കർത്താവേ ഫാസ്റ്റ് ലോർഡ് ഫാസ്റ്റ്. പക്ഷെ ആ പോകുന്ന വഴിയിലുമുണ്ടല്ലോ യായിറോസിനോട് കർത്താവ് മൗനമായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു, യായിറോസേ, എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവൾക്ക് അവളുടെ ശരീരത്തെ റെസ്റ്റോർ ചെയ്യാൻ ആ ശക്തി മതിയായിരുന്നതാണെങ്കിൽ നിന്റെ കൂടെ വരുന്നത് എന്റെ വസ്ത്രമല്ല, നിന്റെ കൂടെ വരുന്നത് ഞാൻ മുഴുവനായിട്ടാ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായത് നിന്റെ ഭവനത്തിനകത്ത് ചെയ്യാൻ ഞാൻ വിശ്വസ്തനായ യായിറോസേ, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ധൈര്യമായിട്ട് കർത്താവിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഹൃദയം, സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു ഹൃദയം, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയം, സഹിഷ്ണുതയുള്ള ഒരു ഹൃദയം നമുക്ക് കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.